വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറുക്കന്റെ ഒരു കഥയുമായാണ്. ഒരിക്കൽ ഒരു കൂട്ടം വേട്ടക്കാർ ഒരു കുറുക്കന്റെ പിന്നാലെ ഓടി തളർന്ന കുറുക്കൻ ഒരു മരം വെട്ടുകാരന്റെ കുടിലിനടുത്തെത്തി. കുറുക്കന്റെ മുഖഭാവം കണ്ടപ്പോൾ മരം വെട്ടുകാരന് സഹതാപം തോന്നി. അല്ല ചങ്ങാതി, നിനക്ക് എന്താണ് പറ്റിയത്? മരം വെട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ കുറുക്കൻ പറഞ്ഞു, ഒന്നും പറയണ്ട ചങ്ങാതി, എന്റെ പിന്നാലെ കുറെ വേട്ടക്കാർ വരുന്നുണ്ട്. പ്രാണനും കൊണ്ട് ഓടിയതെങ്ങനെ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ അതൊന്നും പറയാനുള്ള സമയമല്ല. എനിക്ക് നീ ഒളിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം തരുമോ? കുറുക്കന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് മരം വെട്ടുകാരനെ പിന്നെയും സഹതാപം തോന്നി. മരം വെട്ടുകാരൻ പറഞ്ഞു, സുഹൃത്തെ, എന്റെ വീടിനകത്ത് നീ ഒളിച്ചിരുന്നോ? അപ്പോഴേക്കും വേട്ടക്കാർ പാഞ്ഞെത്തി. വേട്ടക്കാരൻ ചോദിച്ചു, ഇതുവഴിയെങ്ങാനും ഒരു കുറുക്കൻ ഓടിപ്പോകുന്നത് കണ്ടിരുന്നോ എന്ന്. മരം വെട്ടുകാരൻ ഒരു നിമിഷം ആലോചിച്ചു. മരം വെട്ടുകാരന് അപ്പോൾ തോന്നിയ സഹതാപമൊന്നും ഇപ്പോൾ തോന്നിയില്ല. എന്നാൽ കുറുക്കനോട് കൊടുത്ത വാക്ക് തെറ്റിക്കാനും സാധിക്കില്ല. അവസാനം മരം വെട്ടുകാരൻ ഒരു പണി ചെയ്തു. തന്റെ ചൂണ്ടുവിരൽ നേരെ വീടിനുയർത്തിക്കൊണ്ട് വേട്ടക്കാരനോട് പറഞ്ഞു, ഞാൻ കണ്ടില്ല എന്ന്. എന്നാൽ തന്റെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയത് കുറുക്കൻ കണ്ടു. എന്നാൽ ഭാഗ്യത്തിന് വേട്ടക്കാർ അത് ശ്രദ്ധിച്ചില്ല. വേട്ടക്കാരൻ പോയയുടനെ തന്നെ കുറുക്കൻ വേഗം ഇറങ്ങി ഓടിപ്പോയി. അപ്പോൾ മരം വെട്ടുകാരൻ ചോദിച്ചു, ഇത്രയും നേരം നിന്നെ ഒളിപ്പിച്ചിട്ട് എന്നോടൊരു നന്ദി വാക്കു പോലും നീ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ കുറുക്കൻ മറുപടി പറഞ്ഞു, താങ്കൾ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ എനിക്ക് ഒളിക്കാൻ സ്ഥലം തന്നിട്ട് ചൂണ്ടുവിരൽ കാണിച്ച് ചതിക്കാൻ നോക്കിയത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ആ വിഡ്ഢികൾ കണ്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറുക്കൻ ഓടിപ്പോയി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്കെന്ന് മനസ്സിലാക്കാം, വാക്കുകൊണ്ട് മാത്രമല്ല ആംഗ്യം കൊണ്ടും ഒരാളെ ചതിക്കാൻ പാടില്ല. അത് തെറ്റു തന്നെയാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കാണണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.